നമസ്കാരം. കെ സുരേന്ദ്രന്റെ രാജിസന്നദ്ധതയെ തുടർന്ന് അയ്യോ അച്ഛാ പോകല്ലേ എന്ന മട്ടിൽ പറഞ്ഞിരിക്കുകയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ രാജി ആവശ്യം കേന്ദ്ര നേതൃത്വം തള്ളിയതോടെ ബി ജെ പിയിൽ ആഭ്യന്തര സംഘർഷം പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആരും രാജിവെക്കുന്നില്ലെന്നാണ് കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കർ പ്രതികരിച്ചത്. യു ഡി എഫും എൽ ഡി എഫും വ്യാജ പ്രചാരണം നടത്തുകയാണെന്നും ജാവദേക്കർ ആരോപിച്ചു. ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ തയ്യാറാണെന്ന് സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പാലക്കാട്ടെ തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്ന് സുരേന്ദ്രൻ വ്യക്തമാക്കി. പാലക്കാട്ടെയും കേരളത്തിലെയും തോൽവിയുടെ സാഹചര്യം പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടു. വിജയസാധ്യത അട്ടിമറിക്കുന്ന രീതിയിൽ ശോഭാ സുരേന്ദ്രൻ പ്രവർത്തിച്ചുവെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദ, സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് എന്നിവരെയാണ് രാജി സന്നദ്ധത അറിയിച്ചത്. പാലക്കാട്ടെ സാഹചര്യം പരിശോധിക്കുമെന്നും ആവശ്യമായ നടപടികൾ എടുക്കുമെന്നും കേന്ദ്ര നേതൃത്വം സുരേന്ദ്രനെ അറിയിച്ചു. ജില്ലാ നേതാക്കൾക്കും പ്രാദേശിക നേതാക്കൾക്കും എതിരെ നടപടിക്ക് സാധ്യതയുണ്ട് എന്നാണ് പുതിയ വിവരം. എ ക്ലാസ് മണ്ഡലമായ പാലക്കാട്ട് നേരിട്ട തോൽവിക്ക് പിന്നാലെ ബി ജെ പിയിൽ കടുത്ത പൊട്ടിത്തെറിയാണ് തുടങ്ങിയിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ഔദ്യോഗിക പക്ഷത്തെ നേതാക്കൾ പോലും കൈയൊഴിഞ്ഞു തുടങ്ങിയതോടെയാണ് സുരേന്ദ്രൻ രാജിക്കൊരുങ്ങിയത്. പാലക്കാട്ടെ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സുരേന്ദ്രൻ രാജിവെക്കണമെന്നാണ് ഔദ്യോഗിക പക്ഷത്തെ അടക്കം നേതാക്കൾ ആവശ്യപ്പെടുന്നത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വരെ ഇക്കൂട്ടത്തിൽ പെടും. സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന പാളിച്ചയാണ് തോൽവിക്ക് പ്രധാന കാരണം എന്ന വിമർശനമാണ് നേതാക്കൾ ഉയർത്തുന്നത്. പാലക്കാട് വോട്ട് കുറഞ്ഞത് ഗൗരവതരമെന്നാണ് വിലയിരുത്തൽ. സന്ദീപ് വാര്യർ പാർട്ടി വിട്ടിട്ട് പോലും അമിത ആത്മവിശ്വാസം പുലർത്തിയ നേതൃത്വത്തിന്റെ നിലപാട് വിനയായെന്നും വിമർശനമുണ്ട്. എന്നാൽ തോൽവിയിൽ സുരേന്ദ്രന്റെ സ്ഥിരം വിമർശകരായ പി കെ കൃഷ്ണദാസ് പക്ഷവും ശോഭാ സുരേന്ദ്രനും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. പാലക്കാട്ടെ പരാജയത്തിന്റെ പശ്ചാത്തലത്തിലാണ് സുരേന്ദ്രൻ രാജിക്ക് തയ്യാറായത്. ഇന്ന് നടന്ന പത്രസമ്മേളനത്തിലും രാജി സന്നദ്ധത സുരേന്ദ്രൻ തള്ളിക്കളഞ്ഞില്ല. പാലക്കാട് അടിസ്ഥാന വോട്ടുകൾ നിലനിർത്താൻ സാധിച്ചില്ലെന്ന് സമ്മതിക്കുന്നതിനൊപ്പം ശരിയായ വിലയിരുത്തൽ നടത്തുമെന്നും സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പരാജയത്തിന്റെ പ്രധാന ഉത്തരവാദിത്വം തനിക്ക് തന്നെയാണ്. സ്ഥാനമാറ്റം വ്യക്തിപരമല്ല, അത് പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും. താൻ അതനുസരിക്കുമെന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. വി മുരളീധരൻ അധ്യക്ഷനായ സമയത്ത് പിറവത്ത് 2000 വോട്ടുകളാണ് ബി ജെ പി കിട്ടിയത്. അന്ന് രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടില്ല. എന്തിനാണ് പാലക്കാട് മാത്രം ചർച്ച ചെയ്യുന്നത്? ചേലക്കരയിൽ യു ഡി എഫ് വോട്ട് കുറഞ്ഞത് ആരും ചർച്ച ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണെന്നും ബി ജെ പി അധ്യക്ഷൻ ചോദിച്ചു. ശോഭാ സുരേന്ദ്രനും ശോഭയെ അനുകൂലിക്കുന്ന 18 നഗരസഭാ കൗൺസിലർമാരും ചേർന്ന് ജയസാധ്യത അട്ടിമറിച്ചതായി സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം. ശോഭയും ഒപ്പമുള്ളവരും ചേർന്ന് വോട്ട് മറിച്ചു. ശോഭയുടെ ഡ്രൈവറുടെ നേതൃത്വത്തിൽ കണ്ണാടി മേഖലയിൽ വോട്ട് മറിച്ചെന്നും സുരേന്ദ്രൻ പക്ഷം ആരോപിക്കുന്നു. സ്മിതേഷ് മീനാക്ഷി, ദിവ്യ, സാബു തുടങ്ങിയ നഗരസഭാ കൗൺസിലർമാർ സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചതായും സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പാലക്കാട്ടെ കനത്ത പരാജയത്തിൽ ബി ജെ പിയിൽ നേതൃത്വത്തെ ലക്ഷ്യമിട്ട് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് സുരേന്ദ്രൻ രാജി സന്നദ്ധത അറിയിച്ചത്. വിജയസാധ്യത കൂടുതൽ ഉണ്ടായിരുന്ന ശോഭാ സുരേന്ദ്രന് പകരം സി കൃഷ്ണകുമാറിന് കൊണ്ടുവന്നത് പാർട്ടിക്ക് തിരിച്ചടിയായെന്നാണ് പ്രധാന വിമർശനം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിരുന്ന സി കൃഷ്ണകുമാറിനെ രംഗത്തിറക്കി നേട്ടമുണ്ടാക്കാമെന്ന ബി ജെ പിയുടെ പ്രതീക്ഷകൾ പാലക്കാട് ഫലം കണ്ടില്ല. എ ക്ലാസ് എന്ന് ബി ജെ പി കരുതുന്ന മണ്ഡലത്തിൽ 10,000-ഓളം വോട്ടുകളാണ് കുറഞ്ഞത്. കഴിഞ്ഞ തവണ ഇ ശ്രീധരൻ 50,220 വോട്ടുകൾ നേടിയപ്പോൾ ഇക്കുറി കൃഷ്ണകുമാറിന് 39,529 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. രാജി സന്നദ്ധത കേന്ദ്ര നേതൃത്വം തള്ളിയെങ്കിലും ബി ജെ പി പാളയത്തിൽ തുടങ്ങിയ പട അടുത്തൊന്നും തീരുമെന്ന് കരുതാനാവില്ല.